റിസൾട്ടും വന്നു, തോക്കുകയും ചെയ്തു, വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരുന്ന് പോവുകയും ചെയ്യണം. അതിനെത്ര അത്യാവശ്യം? കാരണം രാവിലെ 2 കിലോ ചിക്കൻ മേടിച്ച് വീട്ടിലോട്ട് വിടണ്ടാ. ഇനി അതിനായിട്ട് ഞാൻ എങ്ങനെ പോകുന്ന ആലോചിക്കുന്നു. ഞാൻ പോയാലും നീ എന്തിനാ അവന്റെ വീട്ടിലേക്ക് വന്നേ? നീ അവന്റെ ആരാ? എടാ, അങ്ങനെ ഒരു മഹത്തായ കാര്യം അവിടെ നടക്കുമ്പോ ഞാനല്ലേ അവിടെ പോട്ടത്? അല്ലടാ, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? രാവിലെ തന്നെ ഞാൻ പോയി റിസൾട്ട് ജയിച്ചു. എനിക്ക് പിന്നെ റിസൾട്ട് നോക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ ജയിച്ചെന്ന് ഉറപ്പാ. ഈ കോളേജിലെ ടോപ്പർ ഞാനാന്നുള്ള കേസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു. അത് മറക്കണല്ലേ നല്ലത്. എടാ, എന്നാലും ഇവനെ കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഒക്കെ ഉറക്കമുളച്ചിരുന്ന് കഷ്ടപ്പെട്ട് എഴുതി പായിച്ച് കഴച്ച് മടുത്തിരുന്ന് പഠിച്ചിട്ട് ഇവൻ എങ്ങനെ തോറ്റുപോയിന്നാ ഞാനല്ലേ. എടാ, ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചിരുന്നു കുത്തിയിരുന്നുള്ള കോപ്പി എല്ലാം എഴുതിക്കൊണ്ട് അവിടെ ചെന്ന് പരീക്ഷ കയറിയപ്പോ സംഭവം മനസ്സിലായേ. എന്ത്? ഞാൻ കൊണ്ടുപോയ കോപ്പി പരീക്ഷ നമ്മൾ യാതൊരു ബന്ധമില്ലായിരുന്നു. ആ ഒറ്റ പരീക്ഷയ്ക്കാണ് ഞാൻ ഒന്ന് തോറ്റുപോയത്. അപ്പൊ നീ ആദ്യം കോപ്പി അടിക്കാൻ പഠിക്കും, എന്നിട്ട് നമുക്കൊരു പരീക്ഷ എഴുതാം. ഞാൻ ജയിച്ചു പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടെ രാവിലെ കുളിയും ഞാൻ അമ്പലത്തിൽ പോകണം. അതിനകത്ത് എന്തോ നേർച്ചയൊക്കെ കഴിപ്പിക്കാൻ എന്റെ പേരിൽ. അപ്പൊ ഇത്തവണ കാശ് പോയി. എടാ, നിങ്ങൾ ജയിച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോക്കോന്നേ. വീട്ടിൽ പോയി വീട്ടുകാരോടൊക്കെ ഇരുന്ന് ആഘോഷിക്കാതെ. ഇനിയിപ്പോൾ എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത വർഷത്തെ പരീക്ഷ നോക്കുകയുള്ളൂ. ഞാൻ പോടേ. നീ ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഞാനിപ്പോ വിവറേജിൽ പോയി ഒരു അപ്പറ്റോ എടുത്ത് അടിച്ചു തീർക്കാൻ പോവാ. നല്ല വിഷമമാണ്. ബിവറേജിലേക്കോ? മദ്യം മദ്യം. നീ തോറ്റല്ലേ തോറ്റിട്ടിരിക്കണല്ലേ? വാട എണീറ്റ്. ആ, ഇപ്പൊ രണ്ടിന്റെ വായന സത്യം പുറത്തു വന്നല്ലോ. നീയൊക്കെ തോറ്റു ഊമ്പിരിക്കാതെ എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നടാ.